ഭാഗത്തേക്ക് വരണമെന്നുള്ള പ്രയാസം വളരെ ഏറെയാണ്. ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഒരു പണിയാണത് ഈ ചെയ്തിട്ടുള്ളത്. രണ്ട് ഡിപ്പാർട്ട്മെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് മന്ത്രിയാണെങ്കിൽ പറയുന്നത് ഇതൊന്നും ഒരു ബാധകമില്ലാത്ത രൂപത്തിലാണ്. വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഈ കേരള ഗവൺമെന്റിന്റെ അധീനതയിലില്ലാത്ത രൂപത്തിലാണ് മൂപ്പര് വാർത്താ സമ്മേളനത്തിൽ ഇത് വന്നത്. ഞങ്ങൾക്ക് അതല്ല ആവശ്യം. ഞങ്ങൾക്ക് ഇത് എന്ന് തീരും, എത്ര കാലം ഞങ്ങൾ ഈ ദുരിതം പാറണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മുടെ ഭാഗത്ത് അവർ 2 വീഴ്ചയും പൈസ അടച്ചു. ഓൾറെഡി അവർ പൈപ്പിട്ട് കഴിഞ്ഞിട്ടില്ല, ഇൻകംപ്ലീറ്റ്. ഇപ്പോഴും വർക്ക് തുടങ്ങിയില്ലല്ലോ. വാട്ടർ അതോറിറ്റിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. എവിടെ അവിടെ ഒരു വർക്കും തുടങ്ങി. വെറുതെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കാര്യം. കെട്ടിക്കട അവിടെയൊക്കെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതാണ് അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ പഞ്ചായത്തിന് പൈപ്പിന്റെ സംഭവമൊക്കെ അതായത് പഞ്ചായത്ത് എത്തുന്നതിന് മുന്നേ 3 കിലോമീറ്ററോട്ട് വീണ്ടും അവര് കട്ട് ചെയ്തു. നമ്മുടെ എവിടെ എത്തി ചാത്തന്നൂർ സ്കൂൾ വരെ എത്തി. അതായത് ആ കോറിയാണ് അവിടേക്ക് എത്തി. അത് കഴിഞ്ഞ് അതിന്റെ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തു. നമ്മുടെ കുഞ്ഞ് ചെറിയ സ്കൂളില്ലേ, വട്ടോളിക്കാവ് സ്കൂള്, അവിടെ നിന്ന് അങ്ങനെ എത്തി ആ ടേണിംഗ് വരെ എത്തിയില്ലേ. ഇനി അവർക്കുള്ളത് മേഡത്തിന് അതിന്റെ മാപ്പ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വട്ടുള്ളിക്കാവ് എവിടെ കിടക്കുന്നത് നമ്മളെ ചോദ്യം പിന്നെ അല്ല ഞങ്ങളെ വിഷയം ഇതൊന്നുമല്ല. നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമല്ലേ PWD വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നിലവിൽ അവിടെ റോഡുകൾ ഒരു വലിയ കുഴപ്പമില്ലാതെ. ശരി, ഞാൻ ചോദിക്കണം എന്താ വെച്ചാല് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലേ നിലവിലുള്ള ഇതെന്താ വെച്ചാൽ വലിയ പ്രശ്നമില്ലാത്തൊരു റോഡ് തകർത്ത് അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പൊ അവിടെ എന്തായി തീരെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയില്ലേ. അപ്പൊ നിലവില് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഇങ്ങനത്തെ വർക്കുകൾ നടക്കുമ്പോ നിലവില് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് കഴിഞ്ഞിട്ടല്ലേ PWD വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സാധാരണ രീതിയില് കോൺക്രീറ്റ് വർക്കുകൾക്ക് ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റി വർക്കുകൾ ഇഷ്യൂസ് വരാറില്ല. പക്ഷെ നമ്മളിപ്പോ നിലവില് 1.5 കിലോമീറ്റർ കട്ടിങ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്റെ സ്ട്രെച്ച് വരെ കട്ടിങ് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. അതെങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ഈ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാല് അല്ല ഒരു